ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹനദിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് കൃത്യമായി സംസാരിച്ച് അടിയങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും കരം പിടിച്ച് വഴി നടത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുവാനും ഗ്രഹിപ്പാനും തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഓരോ മക്കളെയും അവിടുന്ന് സഹായിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുവചനം അവിടുന്ന് ആഗ്രഹിക്കുന്ന പ്രകാരം സംസാരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് അടിയനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുണ്യനാമം മാത്രം അതിലൂടെ മഹത്വപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് റോമർക്കെഴുതിയ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. ദ ബുക്ക് ഓഫ് റോമർ ചാപ്റ്റർ 8 വേഴ്സ് 28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ ഉദ്ദേശം അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല കാര്യങ്ങളും അവൻ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നുവെന്ന് നാം അറിയുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെയും കടന്നു വരാറുണ്ട്. നാം ഒരു ആത്മീയ യാത്രയിലാണ്. മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. നിത്യതയിലേക്ക് പോകുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ നാം ഒരുക്കപ്പെട്ടവരായി യാത്ര ചെയ്യുകയാണ്. യാത്രയിൽ നിലച്ചിരിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ കടന്നു വരും. എന്നാൽ അവിടെയൊന്നും തളർന്നു പോകാതെ ദൈവത്തെ സമ്പൂർണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നതെന്നും ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നും വിശ്വസിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഒരു ദൈവവൈതലിന് കഴിയണം. ഇസ്രായേൽ മക്കളെ നമുക്കറിയാം. യാക്കോബിൻ്റെ 12 മക്കളും മിസ്രയീമിലേക്ക് കുടിയേറി പാർത്ത് അവർ യോസഫിനോടൊപ്പം മിസ്രയീം ദേശത്ത് അവർ പാർക്കുകയാണ്. യാക്കോബിൻ്റെ 12 മക്കളും 12 ഗോത്രങ്ങളാണ്. പുറപ്പാട് പുസ്തകം നാം പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ നാം പഠിക്കുമ്പോൾ ഈ 12 ഗോത്രങ്ങളെ ദൈവത്തിൻ്റെ ജനമായി ദൈവം മാറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു വലിയ സംഭവമാണ് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അവർ ഗോത്രക്കാരായിരുന്നു, ഗോത്രവർഗക്കാരായിരുന്നു. എന്നാൽ അവരെ ദൈവത്തിൻ്റെ ജനമായി ദൈവം മാറ്റുകയാണ്. പുറപ്പാട് പുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അവർ മിസ്രയീം ദേശത്ത് കടന്നുചെന്ന് താമസം ആരംഭിക്കുമ്പോൾ അവർ വളരെയേറെ വർദ്ധിച്ച് ആ ദേശത്ത് ഇസ്രായേൽ മക്കൾ വർദ്ധിക്കുമ്പോൾ ഫറവോ രാജാവ് ഭയപ്പെടുകയാണ്. അതിന് കാരണമുണ്ട്. അവരുടെ രാജ്യത്തിന് ഭീഷണിയായി ഇസ്രായേൽ മക്കൾ കൂടുതലായി വർദ്ധിക്കുമ്പോൾ രാജാവ് അവിടെ പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 1-9 വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ തന്റെ ജനത്തോട് ഇതാ ഇസ്രായേൽ ജനം വർദ്ധിച്ച് നമ്മേക്കാൾ പ്രബലന്മാരായി തീർന്നിരിക്കുന്നു. നാം അവരോട് വിവേകപൂർവ്വം പെരുമാറണം. അല്ലെങ്കിൽ അവർ ഇതിലും വർദ്ധിക്കുകയും ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമുക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്യും, ദേശം വിട്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ജനം അവിടെ വർദ്ധിച്ചു വരുന്നത് കണ്ട് ഫറവോ രാജാവിന് ആശങ്കയും ആകുലതകളും അവിടെ കൂടുകയാണ്. കാരണം അവരുടെ രാജ്യത്തിന് അത് ഭീഷണിയായി തീരുമെന്ന് രാജാവ് ചിന്തിക്കുകയാണ്. ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ
ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് അവരുടെ രാജ്യത്തിനെതിരായിട്ട് ഇസ്രായേൽ മക്കൾ പൊരുതുമ്പോൾ രാജ്യം നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ ജനത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഫറവോ രാജാവ് തയ്യാറെടുക്കുകയാണ്. രണ്ട് രീതിയിലാണ് ദൈവജനത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം പ്രതിയോഗി പ്രവർത്തിക്കുന്നത്. ഒന്ന്, നിലവിലുള്ള ജനത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവിടെ പ്രതിയോഗിയായ പിശാച് മിസ്രയീമിലൂടെ പ്രവർത്തിക്കുകയാണ്. ഇസ്രായേൽ മക്കൾക്കുണ്ടാകുന്ന ആൺകുഞ്ഞുങ്ങളെയൊക്കെയും പ്രസവ സമയത്ത് തന്നെ കൊല്ലുവാൻ തക്കവണ്ണം സ്തുതികർമ്മികളോട് അവിടുത്തെ രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. എന്നാൽ ഈ സ്തുതികർമ്മികൾ അവർ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ മക്കൾക്കുണ്ടാകുന്ന ആൺകുഞ്ഞുങ്ങളെ ഒന്നും കൊല്ലാതെ അവരെ രക്ഷപ്പെടുത്തുകയാണ്. രാജാവ് ഈ വാർത്ത അറിയുമ്പോൾ അവരെ വിളിച്ച് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ആൺകുഞ്ഞുങ്ങളെ കൊല്ലാതിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവർ പറയുന്നു, അവർ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് അവർ പറയുകയാണ്, ഞങ്ങൾ കടന്നു ചെല്ലുന്നതിന് മുമ്പ് ഇസ്രായേൽ ജനത്തിലെ സ്ത്രീകളൊക്കെയും പ്രസവം കഴിഞ്ഞിരിക്കും, ഞങ്ങൾക്ക് അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ കഴിയുന്നില്ല. മിസ്രയീം സ്ത്രീകളെ പോലെ അല്ല, അവർ നല്ല ആരോഗ്യമുള്ളവരാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രസവം കഴിച്ച് കുഞ്ഞുങ്ങളെ അവർ ഒളിപ്പിക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ കൊല്ലുവാൻ കഴിയുന്നില്ല എന്ന് കൽപ്പന സ്തുതികർമ്മികൾ രാജാവിനോട് പറയുമ്പോൾ രാജാവ് മറ്റൊരു തന്ത്രം അവിടെ വിനിയോഗിക്കുകയാണ്. ഇസ്രായേൽ മക്കളെ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നൈൽ നദിയിൽ എറിഞ്ഞു കളയുവാനുള്ള കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. അപ്പോൾ നിലവിലുള്ള ജനത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവർ തയ്യാറെടുക്കുകയും മറ്റ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുമ്പോൾ ഇനി ഉണ്ടാകുവാനിരിക്കുന്ന തലമുറയെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവിടെ രാജാവ് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ മോശയുടെ ജനനം അവിടെ കടന്നു വരുന്നു. 3 മാസത്തോളം മോശയെ അവർ ഒളിപ്പിച്ചു വെച്ചു. പക്ഷെ ഒരു കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കുക എന്നുള്ള വളരെ പ്രയാസകരമായ കാര്യമാണ്. ആ കുഞ്ഞ് കരയും, മറ്റുള്ളവർ അറിയുവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ മോശയെ ഒരു ഞാങ്ങണപ്പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കി വിടുവാൻ തക്കവണ്ണം മോശയുടെ മാതാപിതാക്കൾ തീരുമാനിക്കുകയാണ്. നൈൽ നദിയിലൂടെ ഒരു ഞാങ്ങണപ്പെട്ടിയിലാക്കി മോശ കുഞ്ഞിനെ നൈൽ നദിയിലൂടെ ഒഴുക്കി വിടുമ്പോൾ മോശയെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ മറ്റൊരു പദ്ധതി മറുവശത്ത് നടക്കുന്നുണ്ടായിരുന്നു. നൈൽ നദിയിലൂടെ മോശയെ ഒഴുക്കി വിടുമ്പോൾ മോശയെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഫറവോ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഫറവോ രാജാവിൻ്റെ പുത്രിയെ കുളിക്കുവാൻ തക്കവണ്ണം നൈൽ നദിയിലേക്ക് ദൈവം അയക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ടൈമിങ് എന്ന് പറയുന്നത് അത് ഒരു മനുഷ്യൻ്റെയും ബുദ്ധിക്ക് ചിന്തിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയാത്ത രീതിയിലുള്ളതാണ്. അതേസമയം ഫറവോൻ്റെ പുത്രി നൈൽ നദിയിലേക്ക് കുളിക്കുവാൻ കടന്നു വരികയും അവളുടെ ദാസിമാരോടൊപ്പം കടന്നു വരുമ്പോൾ ഈ ഞാങ്ങണയിൽ ഇരിക്കുന്ന മോശക്കുഞ്ഞിനെ അവൾ കാണുകയാണ്. അവൾ തൻ്റെ ദാസിമാരോട് പറഞ്ഞ് ആ പെട്ടി തുറന്നു നോക്കുമ്പോൾ സുന്ദരനായ ഒരു എബ്രായ ബാലനെ ഫറവോൻ്റെ പുത്രി കാണുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവളുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് അവൾക്ക് ഈ ബാലനോട് കരുണ തോന്നുകയാണ്. ദൈവം ഓരോ വ്യക്തികളുടെയും ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്ന വിധങ്ങളെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിയണം. നാം വായിച്ചു കേട്ട കുറിവാക്യമുണ്ട്. റോമർ 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകല കാര്യങ്ങളും അവൻ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നുവെന്ന് നാം അറിയുന്നു.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തിന്മയായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെ നന്മയാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. മോശയുടെ ജനനം തന്നെ മരണത്തിൻ്റെതായ അവസ്ഥയിലാണ്. അവൻ ജനിച്ചു വീഴുന്നത് തന്നെ മരണകരമായ കൂരിരുൾ താഴ്വരയിലേക്കാണ്. എന്നാൽ അവനെ രക്ഷിക്കുവാൻ തക്കവണ്ണം, അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന തിന്മയെ നന്മയാക്കുവാൻ തക്കവണ്ണം മറുഭാഗത്ത് ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നു. ഫറവോൻ്റെ പുത്രി കടന്നു വന്ന് നൈൽ നദിയിലൊഴുകിയ മോശയെ കണ്ടെത്തുകയും അവൾക്ക് മോശയോട് കരുണ തോന്നുകയും അപ്പോൾ ദൂരെ മോശയുടെ സഹോദരി മാറി നിന്നത് കാണുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ വളർത്തുവാൻ തക്കവണ്ണം ഞാനൊരു ദാസിയെ കൊണ്ടുവരാമെന്ന് ഫറവോന്റെ പുത്രിയോട് കൽപ്പിക്കുകയും അപ്പോൾ അവന്റെ സഹോദരി ഫറവോന്റെ പുത്രിയോട് നിനക്ക് വേണ്ടി ഈ കുഞ്ഞിനെ മുലയൂട്ടി വളർത്തേണ്ടതിന് ഞാനൊരു എബ്രായ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരണമോ എന്ന് ചോദിച്ചു. ഫറവോന്റെ പുത്രി അവളോട് പോയി കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൾ പോയി കുഞ്ഞിന്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവന്നു. അപ്പോൾ മോശയുടെ അമ്മയെ തന്നെ വിളിച്ചുകൊണ്ടുവന്ന് ഫറവോന്റെ കൊട്ടാരത്തിലെത്തിക്കുകയും നല്ലൊരു പ്രതിഫലം വാങ്ങി ആ കുഞ്ഞിനെ മോശയുടെ അമ്മ തന്നെ വളർത്തുകയും ചെയ്യും. ഫറവോന്റെ പുത്രി അവളോട് നീ കുഞ്ഞിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി മുലയൂട്ടി വളർത്തുക, ഞാൻ നിനക്ക് പ്രതിഫലം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കുഞ്ഞിനെ കൊണ്ടുപോയി മുലയൂട്ടി വളർത്തി. അപ്പോൾ സ്വന്തം അമ്മ തന്നെ സ്വന്തം കുഞ്ഞിനെ ഫറവോന്റെ പ്രതിഫലം വാങ്ങിച്ച് വളർത്തുന്ന ഒരു വലിയ അത്ഭുതം അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. രാജാവിൻ്റെ കൽപ്പനയാണ് എബ്രായ ബാലന്മാരെ കൊല്ലണമെന്നുള്ളത്. എന്നാൽ ആ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഫറവോന്റെ പുത്രിക്ക് കരുണ തോന്നുകയും മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ എത്തപ്പെടുകയും ചെയ്യുകയാണ്. ഇവിടെ ഒരു കാര്യം ഞാനും നിങ്ങളും തിരിച്ചറിയണം. എബ്രായ ബാലന്മാരെ നൈൽ നദിയിൽ എറിഞ്ഞു കളയണമെന്നുള്ള കൽപ്പന ഉണ്ടായതുകൊണ്ടാണ് മോശയെ നൈൽ നദിയിൽ ഒഴുക്കേണ്ടി വന്നത്. മോശയെ നൈൽ നദിയിൽ ഒഴുക്കിയത് കൊണ്ടാണ് ഫറവോന്റെ പുത്രി കുളിക്കുവാൻ വന്നപ്പോൾ മോശയെ കാണുവാൻ കാരണമായി തീർന്നത്. ഫറവോന്റെ പുത്രി മോശയെ കാണുവാൻ കാരണമായി തീർന്നത് കൊണ്ടാണ് മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ എത്തപ്പെടുവാൻ കാരണമായത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ പദ്ധതിക്കായി വിളിക്കപ്പെട്ടവർക്ക് അവൻ സകലതും നന്മയ്ക്കായിട്ട് തീർക്കുന്നു. ഇവിടെ മോശയുടെ ജീവിതത്തിൽ തിന്മയായിട്ടുള്ളതാണ് സംഭവിക്കുന്നത്. പക്ഷേ ആ തിന്മയെ നന്മയാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ അത്ഭുതകരം പ്രവർത്തിക്കുകയാണ്. ആർക്കും അത് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. രാജകൽപ്പന ലംഘിച്ച് മോശ ഫറവോന്റെ കൊട്ടാരത്തിലെ രാജാവിൻ്റെ മകനായി വളർന്നു വരികയാണ്. 1-2 വർഷമല്ല, 40 വർഷം രാജകൊട്ടാരത്തിൽ രാജകുമാരനെ പോലെ മോശ വളർന്നു വരുന്നു. മോശയെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. അതാർക്കും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. 40 വർഷം കഴിയുമ്പോൾ ആ കൊട്ടാരത്തിൽ നിന്ന് മോശ മിദ്യാൻ മരുഭൂമിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. അവൻ നോക്കുമ്പോൾ ഒരു എബ്രായ ബാലനെ മിസ്രയീമ്യക്കാർ പീഡിപ്പിക്കുന്നത് കാണുമ്പോൾ ഒറ്റയടിക്ക് മോശ ഒരു മിസ്രയീമ്യനെ കൊന്ന് കുഴിച്ചു മൂടുകയാണ്. ഈ വാർത്ത രാജാവ് അറിഞ്ഞുവെന്ന് മനസ്സിലാക്കുമ്പോൾ അവനെ കൊല്ലുവാൻ തക്കവണ്ണമുള്ള കൽപ്പന രാജാവ് പുറപ്പെടുവിക്കുകയാണ്. ഇത് മോശ തിരിച്ചറിയുമ്പോൾ ആ കൊട്ടാരം വിട്ട് മിദ്യാൻ മരുഭൂമിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. 40 വർഷം രാജകൊട്ടാരത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി
വളർന്നു വന്ന മോശ അതികഠിനമായ മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് ദൈവം വഴി നടത്തുകയാണ്. അതിനും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്കത് തിരിച്ചറിയുവാൻ കഴിയുകയില്ല. കൊട്ടാരത്തിൽ വളർത്തുക എന്ന് പറയുമ്പോൾ കൊട്ടാരത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ട്. അവന് ഉന്നതമായ വിദ്യാഭ്യാസവും കായിക അഭ്യാസങ്ങളൊക്കെയും അവന് ലഭിക്കുവാൻ തക്കവണ്ണം ദൈവമാണ് അവനെ കൊട്ടാരത്തിൽ വെച്ചത്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം അവനെ ഒരുക്കുകയായിരുന്നു. അതിനുശേഷം അവന് വീണ്ടും അതികഠിനമായ ശോധനകളിലൂടെ ചൂടുള്ള മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് ദൈവം കടത്തിവിടുമ്പോൾ അതിനും ദൈവത്തിനൊരു പദ്ധതി അവിടെ ഉണ്ടായിരുന്നു. അവിടെ യിത്രോയുടെ അടുക്കൽ അവൻ കടന്നു ചെന്ന് യിത്രോയുടെ ഇളയ മകളെ കല്യാണം കഴിക്കുകയും അവൻ്റെ ആടുകളെ നോക്കുകയും ചെയ്തു. 40 വർഷം അങ്ങനെ മരുഭൂമിയിലൂടെ മോശയെ ദൈവം വഴി നടത്തി. ദൈവം അവനെ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ പ്രകാരമുള്ള കഷ്ടതകളും ഭാരങ്ങളും വേദനകളൊക്കെയും കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കുന്നു? മറ്റാരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ലല്ലോ, എൻ്റെ കഷ്ടതകൾ മാറുന്നില്ലെന്ന് ഞാനും നിങ്ങളും പലപ്പോഴും ദൈവസന്നദ്ധയിലും മനുഷ്യരോടും പലപ്പോഴും പറഞ്ഞിട്ടുള്ളവരാണ്. എന്നാൽ മോശയുടെ ജീവിതം ഞാനും നിങ്ങളും പഠിക്കണം. രാജകൊട്ടാരത്തിൽ 40 വർഷം താമസിച്ച് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെയും നേടി അവനെ ദൈവം മരുഭൂമിയിലേക്ക് അയക്കുകയാണ്. അവൻ്റെ ആയുസ് എന്ന് പറയുന്നത് 120 വർഷമാണ്. അതിൻ്റെ 1/3 ഭാഗം രാജകൊട്ടാരത്തിലാണ്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ജീവിതം. അതിനുശേഷമുള്ള 40 വർഷം എന്ന് പറയുന്നത് അതികഠിനമായ വേദനകളിലൂടെ കടന്നു പോകുന്ന അനുഭവം. മരുഭൂമിയിൽ ആട്ടിടയനായിട്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. രാജകൊട്ടാരത്തിൽ രാജകുമാരനെ പോലെ ജീവിച്ചിരുന്ന മോശയ്ക്ക് പിന്നീടുള്ള 40 വർഷം മരുഭൂമിയിൽ വെറും ആട്ടിടയനായിട്ട് ജീവിക്കേണ്ടി വരുന്ന അതികഠിനമായ അവസ്ഥ. അങ്ങനെ മിദ്യാൻ ദേശത്തു നിന്നും അവൻ ആടുകളെ മേയിച്ച് ഹോരേബ് പർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തുകയാണ്. ഈ ഹോരേബ് പർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തുമ്പോൾ 40 വർഷം അവൻ പിന്നിടുകയാണ്. അവിടെ മുൾപ്പടർപ്പിൻ്റെ മധ്യേ അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ തിരിച്ചറിയുകയാണ്. മുൾപ്പടർപ്പിൻ്റെ മധ്യ നിന്നുകൊണ്ട് സർവശക്തനായ ദൈവം മോശയെ വിളിക്കുകയാണ്. മോശെ മോശെ എന്ന് പറഞ്ഞുകൊണ്ട് സർവശക്തനായ ദൈവം അവനെ വിളിക്കുകയാണ്. ഒരു വലിയ ദൗത്യമേൽപ്പിക്കുവാൻ തക്കവണ്ണം ഇസ്രായേൽ മക്കളെ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നയിക്കുവാൻ തക്കവണ്ണമുള്ള വലിയ ദൗത്യം അവനെ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം ഹോരേബ് പർവ്വതത്തിൻ്റെ താഴ്വരയിൽ വെച്ച് സർവശക്തനായ ദൈവം മോശയെ വിളിക്കുന്നു. അവനെ പേരു ചൊല്ലി വിളിക്കുകയാണ്, മോശെ മോശെ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ജനമേ, 1-2 വർഷമല്ല, 40 വർഷമാണ് മോശ കഠിനമായ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയത്. ഈ വലിയ ജനത്തെ, 20 ലക്ഷത്തോളം വരുന്ന ജനത്തെ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ തക്കവണ്ണം അവനെ ദൈവം പരിശീലിപ്പിച്ചെടുക്കുകയായിരുന്നു മരുഭൂമിയുടെ ജീവിതത്തിൽ. പിന്നീടുള്ള സംഭവങ്ങളാണ് ദൈവിക പദ്ധതികളിൽ നമുക്ക് ചുരുളറിഞ്ഞ് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അവൻ്റെ ജീവിതത്തിൻ്റെ, അവൻ്റെ ജനനം മുതൽ അവൻ മരണത്തെ ഫേസ് ചെയ്തവനാണ്. ദൈവമാണ് അവൻ്റെ ജീവനെ കാത്തു സൂക്ഷിച്ച് നൈൽ നദിയിലൂടെ ഒഴുകിപ്പോയ മോശയെ ഫറവോന്റെ കൊട്ടാരത്തിൽ എത്തിച്ചത് ദൈവമാണ്.
അതിന് ദൈവത്തിനൊരു ടൈമിംഗ് ഉണ്ടായിരുന്നു. അതേസമയം മോശയെ നൈൽ നദിയിൽ ഒഴുക്കുന്ന അതേ സമയം കൊട്ടാരത്തിൽ നിന്ന് ഫറവോന്റെ പുത്രിയെ കുളിക്കുവാൻ തക്കവണ്ണം ദൈവം അയക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ ഞാനും നിങ്ങളും പലപ്പോഴും അത് യാദർച്ഛികമാകും എന്ന് ചിന്തിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒന്നും യാദർച്ഛികമായിട്ട് സംഭവിക്കുന്നില്ല. അത് കഷ്ടതയായിരുന്നെങ്കിലും സന്തോഷമായിരുന്നാലും ദുഃഖങ്ങളായിരുന്നാലും അതികഠിനമായ വേദനകളായിരുന്നാലും അതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന് ഒരു ദൈവ പൈതൽ തിരിച്ചറിയണം. എന്തുകൊണ്ട് തിരിച്ചറിയണം? ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. എൻ്റെയും നിങ്ങളുടെയും സൃഷ്ടാവാണ് ദൈവമെന്ന് പറയുന്നത്. ഞാനും നിങ്ങളും അവൻ്റെ സൃഷ്ടിയാണ്. അവനാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. നമ്മെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്കനുസരിച്ച് ദൈവമാണ് നമ്മെ ചില കഷ്ടതകളിലൂടെയും വേദനകളിലൂടെയും കടത്തിവിടുന്നത്. ദൈവം നമ്മെ ഒരിക്കലും തിന്മ കൊണ്ട് നമ്മെ പരീക്ഷിക്കുന്ന ദൈവമല്ല. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അത് തിന്മയാണെന്ന് തോന്നും. പക്ഷേ ആ തിന്മയെ നന്മയാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. യോസഫിനെ നമുക്കറിയാം. ഫറവോന്റെ കൊട്ടാരത്തിൽ, ഫറവോന്റെ മിസ്രയീം അടിമത്തത്തിൽ ഉണ്ടായിരുന്നവനാണ്. ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് തിന്മയായിട്ട് ചെയ്തു, പക്ഷെ എൻ്റെ ദൈവമോ അത് നന്മയാക്കി തീർത്തു. മിസ്രയീം ദേശത്തെ ഏറ്റവും ഉന്നതമായ ഒരു പൊസിഷനിൽ എത്തുവാൻ തക്കവണ്ണം ദൈവം അവനെ സഹായിച്ചപ്പോൾ അതിൻ്റെ പുറകിൽ അവൻ അതികഠിനമായ കഷ്ടതകളിലൂടെ അവൻ കടന്നു പോകേണ്ടതായിട്ട് വന്നു. നമുക്ക് നനച്ചിരിക്കുവാൻ കഴിയാത്ത, ചിന്തിക്കുവാൻ കഴിയാത്ത ഹൃദയത്തിൻ്റെ തേങ്ങലുകളുള്ള അവസ്ഥകളിലൂടെ യോസഫിന് കടന്നു പോകേണ്ടതായിട്ട് വന്നു. പക്ഷെ അവിടെ യോസഫ് പറയുന്നു, നിങ്ങളോ എനിക്ക് തിന്മയായിട്ടുള്ളത് ചെയ്തു. അവൻ്റെ സഹോദരന്മാർ അവനെ പൊട്ടക്കിണറ്റിലിട്ടു, അവനെ അടിമയായിട്ട് വിറ്റു. പക്ഷെ യോസഫ് പറയുന്നു, എൻ്റെ ദൈവം അത് നന്മയാക്കി തീർത്തു. അതുതന്നെയാണ് ഞാനും നിങ്ങളും ഇന്ന് വായിച്ചു കേട്ടതായി കുറിവായിക്കും അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ പദ്ധതികൾക്കായി വിളിക്കപ്പെട്ടവർക്ക് അവൻ സകല കാര്യങ്ങളും നന്മയ്ക്കായിട്ട് തീർക്കുന്നു. മോശയുടെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ തിന്മയായിട്ടുള്ളത് സംഭവിച്ചു. പക്ഷെ ദൈവം അത് നന്മയാക്കി തീർക്കുകയാണ്. അവൻ്റെ ജനന സമയം തന്നെ അവന് മരണമായിരുന്നു. അവൻ്റെ മുമ്പിലുണ്ടായിരുന്ന രാജകൽപ്പനയായിരുന്നു. പക്ഷേ അതിനെ ദൈവം നന്മയാക്കി തീർത്ത് അവനെ കൊട്ടാരത്തിലെത്തിച്ചു. അതിനുശേഷം ദൈവത്തിൻ്റെ വലിയ ദൗത്യം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം മോശയെ മരുഭൂമിയിലേക്ക് ദൈവം നയിച്ചു. 40 വർഷം ദൈവം നടത്തി. ഹോരേ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ വെച്ച് അവൻ ദൈവത്തെ മുഖാമുഖം കാണുകയാണ്. കഠിനമായ വേദനകളിലൂടെയും ശോധനകളിലൂടെയും അവൻ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുമ്പോൾ ഭാരപ്പെടുന്ന അവസ്ഥയിലാണോ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയും സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ ഞാനും നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തിന്മയും നന്മയാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. അവൻ സർവവ്യാപിയാണ്, അവൻ സർവജ്ഞാനിയാണ്. ഏതു തിന്മയെയും നന്മയാക്കുവാൻ തക്കവണ്ണം കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. അത് വിശ്വസിച്ചുകൊണ്ട് എല്ലാ തിന്മകളിലും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ താണിരിപ്പാൻ തക്കവണ്ണം കഴിയണം. കഷ്ടതയുടെ നാളുകളിൽ ദൈവത്തിനോട് ചേർന്നിരിക്കണം. അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നിൽക്കണം. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ സൂക്ഷിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ നാളുകളിൽ ദൈവത്തിനോട് ചേർന്നിരിക്കാൻ തക്കവണ്ണം കഴിയണം. അവൻ നമുക്ക് അനുഗ്രഹം പകർന്നു തരുന്ന ദൈവമാണ്.
നമ്മുടെ തിന്മകളെ നന്മകളാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഒരു ദൈവവൈതലിന് കഴിയണം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. മോശയുടെ ജീവിതം നമുക്ക് മാതൃകയാകണം. ഈ രാത്രി നിങ്ങൾ ഭാരപ്പെടുന്ന അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. ദൈവത്തെ വിശ്വസിക്കണം. ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നമ്മെക്കുറിച്ച്. അവനറിയാതെ നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. അവൻ്റെ പദ്ധതികൾ തിന്മയ്ക്കായിട്ടുള്ളതല്ല, നന്മയ്ക്കായിട്ടുള്ള പദ്ധതികളാണ്. അത് വിശ്വസിച്ചുകൊണ്ട്, ദൈവവചനത്തെ സമ്പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും അടിമതറിപ്പോകാതെ ദൈവിക ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് ദൈവസ്ഥാനത്തിൽ നമ്മുടെ തലകളെ നമുക്ക് വണങ്ങാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകളും വേദനകളൊക്കെയും നന്മയാക്കി തീർക്കുവാൻ തക്കവണ്ണം അങ്ങേക്ക് കഴിയുമെന്ന് മോശയുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ കൃപകൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ പദ്ധതിക്കായിട്ട് വിളിക്കപ്പെടുന്നവർക്ക് അവൻ സകലതും നന്മയ്ക്കായിട്ട് തീർക്കുന്നുവെന്ന് അങ്ങയുടെ തിരുവചനം ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ ഹല്ലേലൂയ. കർത്താവേ, ഈ രാത്രി വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. സങ്കടത്തോടും ഭാരത്തോടും വേദനയോടും കൂടി ദൈവമേ ഇന്ന് വചനം കേട്ട ഓരോ മക്കൾക്കും ദൈവമേ അവർക്ക് വിശ്വാസം കൊടുത്ത് വിശ്വാസത്തിൽ വളർച്ച പ്രാപിച്ചുകൊണ്ട് ദൈവമേ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ അങ്ങ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അവിടുത്തെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ അവിടുന്ന് അടിയനോടും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുണ്യനാമം മാത്രം ഇതിലൂടെ മഹത്വപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.